പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ഇനി മുതൽ MLA ഹെൽത്ത് കാർഡിന്റെ ആശ്വാസം. നജീബ് കാന്തപുരം MLA മുൻകൈയെടുത്ത് ഏർപ്പെടുത്തിയ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് പദ്ധതിയിൽ ഓട്ടോ തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു. സമൂഹത്തിൽ അടിത്തട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികളെയും സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകരെയും ചേർത്ത് പിടിക്കുന്നതിനായി നജീബ് കാന്തപുരം MLA നടപ്പാക്കിയ പ്രത്യേക ആരോഗ്യ സുരക്ഷാ പദ്ധതി ഓട്ടോ തൊഴിലാളിമാർക്കും ആശ്വാസമാകും. പെരിന്തൽമണ്ണയിലെ 8 ആശുപത്രികളിൽ ഹെൽത്ത് കാർഡിന്റെ ആനുകൂല്യം ലഭിക്കും. ഹെൽത്ത് കാർഡിനൊപ്പം അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കും. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പരിരക്ഷാ വോളണ്ടിയർമാർ, ട്രോമ കെയർ വോളണ്ടിയർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആംബുലൻസ് ഡ്രൈവർമാർ, വഴിയോര കച്ചവടക്കാർ, കുടുംബശ്രീ CDS അംഗങ്ങൾ എന്നിവർക്ക് നേരത്തെ ഹെൽത്ത് കാർഡ് നൽകിയിരുന്നു. ഓട്ടോ തൊഴിലാളികളെ ഉൾപ്പെടുത്തി പുതിയതായി 1500 പേർക്ക് കൂടി ഹെൽത്ത് കാർഡ് നൽകി. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഹെൽത്ത് കാർഡ് വിതരണം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മുതിർന്ന ഓട്ടോ തൊഴിലാളി വേലായുധന് ഹെൽത്ത് കാർഡ് കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം. ഒരു ദിവസം നിങ്ങൾക്കൊരു അസുഖം ഉണ്ടായിട്ട് ആസ്പത്രിയിൽ കിടന്നാൽ 10 റുപ്യ ഡിസ്കൗണ്ട് ഞങ്ങളൊക്കെ വിളിച്ചിട്ട് കിട്ടിയാൽ എന്തൊരാശ്വാസമാണ്. ഒരു 10,000 റുപ്യ അല്ലേ, 5,000 റുപ്യ കിട്ടിയാൽ അത് കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്കീമാണ് ഈ പദ്ധതി എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം സൗജന്യമാക്കി തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എല്ലാ ഹോസ്പിറ്റലുകളും ഞങ്ങൾക്ക് അതിന് സഹായിക്കുകയാണെങ്കിൽ അതിന് സന്തോഷമുണ്ട്. പക്ഷെ അത് ആർക്കും കഴിയില്ല. എന്നാലും കിട്ടാവുന്ന അത്രയും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കൽ തന്നെയാണ് നമ്മളുടെ ഉദ്ദേശം. ഇതിനോടൊപ്പം നമ്മളൊരു ആക്സിഡൻസ് ഇൻഷുറൻസ് പോളിസി കൂടി തരികയാണ്. അത് നമ്മളുടെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് MLA എന്ന നിലയിൽ നേരിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ആ പോളിസി ഇവിടെ ഏർപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആർക്കും ഒരു അപകടവും പറ്റാതിരിക്കട്ടെ. പക്ഷെ എപ്പോഴും അപകടകരമായ ഓട്ടോടുന്നവരാണ് നിങ്ങൾ. ഒരു ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ആയി ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോകാൻ നിങ്ങൾ ഓടുമ്പോൾ വഴിയിൽ വെച്ച് നിങ്ങൾ ആക്സിഡൻറ്റിൽപ്പെട്ട എത്ര അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആരാ നിങ്ങളെ സഹായിക്കാനുള്ളത്? അങ്ങനെ സഹായിക്കാനുള്ളൊരു ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഇതിൻ്റെ കൂടെ നൽകുന്നത് എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. തന്റെ നിയോജക മണ്ഡലത്തിലെ ഓട്ടോ തൊഴിലാളികൾക്കായി ഏർപ്പെടുത്തിയ ഹെൽത്ത് കാർഡ് പദ്ധതിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ നജീബ് കാന്തപുരം MLA തള്ളി. സ്വകാര്യ ആശുപത്രികളുടെ ഏജന്റ് ആയതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രികളുടെ സഹകരണത്തോടെ MLA ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പാക്കിയതെന്ന് ഇടത് സൈബർ കേന്ദ്രങ്ങളിൽ നിന്നും ആരോപണം ഉയർന്നിരുന്നു. താൻ സ്വകാര്യ ആശുപത്രികളുടെ ഏജന്റ് അല്ല എന്നും സാധാരണക്കാരായ മനുഷ്യരുടെ ഏജന്റാണെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നവരെ ജനം തിരിച്ചറിയുമെന്നും MLA കൂട്ടിച്ചേർത്തു. നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ MB ഫസൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻമാരായ നാലകത്ത് ബഷീർ, മദിനേഷ് കണക്കഞ്ചേരി, കൗൺസിലർ സബിത, അഡ്വക്കേറ്റ് S അബ്ദുസലാം, നബീൽ വട്ടപ്പറമ്പ്, നൌഫൽ, ശ്രീറാം, ബഷീർ കട്ടുപ്പാറ, ഉസ്മാൻ തെക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അപേക്ഷ നൽകിയ മുഴുവൻ ഓട്ടോ തൊഴിലാളികൾക്കും പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറുകളിലൂടെ ഹെൽത്ത് കാർഡുകൾ വിതരണം പൂർത്തിയാക്കി. തയ്യൽ തൊഴിലാളികളെയും MLA ഹെൽത്ത് കാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.